പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വൻ പ്രഹരമേൽപ്പിച്ച് പറവൂർ നഗരസഭാ മുൻ ചെയർപേഴ്സണും കെപിസിസി മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന വനിതാ നേതാവ് ബിജെപിയിൽ 7.5 വർഷം മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്ന വത്സല പ്രസന്നകുമാറാണ് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത്. NSS വനിതാ വിഭാഗം സെക്രട്ടറിയായിരുന്ന വത്സലയെ വി ഡി സതീശനെതിരെ പറവൂരിൽ രംഗത്തിറക്കാനും ബിജെപി നീക്കമുണ്ട്. 25 വർഷത്തോളം തുടർച്ചയായി പറവൂർ നഗരസഭാ കൌൺസിലറായിരുന്ന വത്സല പ്രസന്നകുമാർ 2 തവണ നഗരസഭാ അധ്യക്ഷയുമായിരുന്നു. വി ഡി സതീശൻ പറവൂരിൽ മത്സരിക്കാനായി എത്തും മുൻപേ ഇവർ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു. കെപിസിസി ജനറൽ സെക്രട്ടറിയായും AICC അംഗമായും മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷയായും പ്രവർത്തിച്ചിരുന്നു. എ ഗ്രൂപ്പിന്റെ ജില്ലയിലെ പ്രധാന നേതാവായി മാറിയതോടെ വി ഡി സതീശനും സംഘവും വത്സലയെ സംഘടനയിലും പാർലമെന്ററി രംഗത്തും ഒറ്റപ്പെടുത്തി. 2015-ൽ നഗരസഭാ ചെയർപേഴ്സണാക്കാവുന്ന ഉറപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചെങ്കിലും ജയിച്ചപ്പോൾ സതീശൻ കാലുമാറി. പാർട്ടിയിൽ ജൂനിയറായ മറ്റൊരാളെ നഗരസഭാ അധ്യക്ഷനാക്കി. കെപിസിസി ജനറൽ സെക്രട്ടറിയായ വത്സല നഗരസഭയിൽ പിൻനിരയിലായി. ഇതോടെയാണ് ഇവർ കോൺഗ്രസിൽ നിന്നും അകന്നു തുടങ്ങിയത്. വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനം വത്സല പ്രസന്നകുമാർ നേരത്തെ ഉയർത്തിയിരുന്നു. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വത്സല പ്രസന്നകുമാറിന്റെ പേര് ചർച്ച ചെയ്ത ശേഷം വെട്ടിനിരത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകാതെ മാറി നിന്നാണ് വത്സല പ്രതിഷേധിച്ചത്. പറവൂരിൽ NDA ഘടകകക്ഷിയായ BDJS ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇക്കുറി സീറ്റ് BJPക്ക് വിട്ടു നൽകുമെന്നാണ് സൂചന. NSSന്റെ പറവൂരിലെ വനിതാ വിഭാഗം സെക്രട്ടറിയായും വത്സല പ്രസന്നകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. വി ഡി സതീശനുമായി ഇടഞ്ഞു നിൽക്കുന്ന NSSന്റെ വോട്ടുകൾ ലക്ഷ്യമിട്ട് വത്സല പ്രസന്നകുമാറിനെ പറവൂർ മണ്ഡലത്തിൽ തന്നെ രംഗത്തിറക്കാനും BJP നേതൃത്വം ആലോചിക്കുന്നുണ്ട്. തിയോഫിൻ, കൈരളി ന്യൂസ്, കൊച്ചി.